ഹായ് ഗായ്സ്, ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഓടക്കൊള്ളി നാച്ചുറൽ കേവ്സിലേക്കാണ്. അപ്പം ഈ ഒരു പ്ലേസ് ഞാനധികം കേട്ടിട്ടുണ്ടായില്ല. അപ്പം ഞാനൊരു കസിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ്, ഈ ഒരു പ്ലേസിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് ചോദിച്ചിട്ട് പോയത്. അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾക്ക് തളിപ്പറമ്പിൽ നിന്ന് വലിയ ദൂരമില്ല, ഒരു 1 ഡേ പോയിട്ട് വരാൻ പറ്റും എന്നുള്ളൊരു കേസ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ വേഗം ഒരു ദിവസം പെട്ടെന്ന് പ്ലാനാക്കി പോവുകയാണ് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് ഇവിടേക്ക് കയറാൻ തുടങ്ങി. ഇത് ശരിക്കും ഒരു പാറക്കെട്ട് തന്നെ, വലിയ പാറക്കെട്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് പോകാനുള്ളൊരു വഴിയും ഇതൊക്കെ സെറ്റാക്കി തരികയാണ് ചെയ്തത്. ആ ഒരു മീൻസ് ഇതിലൂടെ നമ്മളെന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോയാൽ മതി. വേറെ വലിയ റിസ്ക്കൊന്നുമില്ല. ചെറിയ എന്താ പറയുക, എല്ലാ ഇതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയിട്ട് കയറുക, ആ ഒരു സംഭവം ചെയ്താൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം കുറച്ചൊരു ഇരുട്ട് പോലത്തെ ഒരു പ്ലേസൊക്കെ വരുന്നത്. ആ ഗുഹേൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഇരുട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ലൈറ്റും സെറ്റിങ്സും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ അന്ന് പോയ ഡേയും വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അന്ന് ഒരു മൂടിയൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തണുപ്പ് ഓൾറെഡി ഉണ്ടായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഒരു വെള്ളം ഒക്കെ പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തണുപ്പും ഉണ്ടായിരിക്കും. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട്. പിന്നെ ഒരു സൈലൻ്റ് ഏരിയ ആണല്ലോ, അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നല്ല ഒച്ചത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ഗുഹ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് പോലെ ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഒരു ഗുഹേൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പക്ഷേ നമുക്ക് ഇതും അല്ലാതെ ഇത് ശരിക്കും ഒരു 20 മിനിറ്റ്സ്, ഒരു 25 മിനിറ്റ്സാണ് ഈ ഒരു ഇത്രയും നമുക്കിതിൻ്റെ കൂടെ പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറൊരു ട്രെക്കിങ്ങും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു മിനിമം ഒരു 5 to 8 പീപ്പിൾസ് എങ്കിലും വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരൊരു ഗൈഡിന് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ വലിയൊരു ട്രെക്കിംഗ് ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു കേസ് അറിയില്ലായിരുന്നു. അങ്ങനെ മീൻസ് ആ ഒരു ട്രെക്കിങ്ങാണ് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് കാണാനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ 2 പേരും വന്നതുകൊണ്ട് നമ്മൾ സാധാ ഈ ഒരു ഇതിൽ കൂടെയൊക്കെ കയറിയിട്ട് പോവുകയാണ് ചെയ്തത്. ഇതും അത്യാവശ്യം കാണാറുണ്ടായിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള പോകുന്നതും ഒക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്നിട്ട് ഈ ഇത്രയും ഒരു 20 മിനിറ്റ്സ് ഉള്ള ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു പ്ലേസസൊക്കെ കണ്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ.